ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ അതേ വയ്യാത്തൊരു ദിവസമാണ് കേട്ടോ ഇന്ന്. അതായത് നമ്മുടെ ക്ലൈമറ്റൊക്കെ ഒന്ന് ചേഞ്ച് ആയി പെട്ടെന്ന് ഒടുക്കത്തെ ചൂടിൽ നിന്ന് ഒടുക്കത്തെ തണുപ്പിലേക്ക് മാറി കേട്ടോ. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മഴയാണ് ഇവിടെ. അപ്പോൾ അതേ ഒന്ന് ആശുപത്രിയിലൊക്കെ പോകേണ്ടി വന്നു. കുറച്ച് മരുന്നൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അതൊക്കെ കുടിച്ച് മൂക്കിലൊക്കെ കുറച്ച് മരുന്ന് ഇട്ടിക്കാനുണ്ടായിരുന്നു. അലർജി എന്നെ നന്നായി ബാധിച്ചു ഗൈസ്. അപ്പോൾ അതാണ് ഇവിടുത്തെ അവസ്ഥ. പെരും മഴയാണ് ഗൈസ്. രാവിലെ മുതൽ മഴയാണ് കേട്ടോ. ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഇങ്ങനെ തന്നെയാണ്. ഒടുക്കത്തെ മഴയാണ് കേട്ടോ. അത് നമ്മുടെ എല്ലാവരെയും ബാധിച്ചിട്ടുണ്ട്. അതായത് അലർജിയൊക്കെ ഉള്ളവർക്ക് പെട്ടെന്ന് ക്ലൈമറ്റ് മാറുമ്പം വലിയ വിഷയമാവും. അപ്പോൾ എനിക്ക് തണുപ്പൊന്നും പറ്റാത്തതാണ്. അങ്ങനെ ജലദോഷവും തുമ്മലും ചീറ്റലും കണ്ണിന്ന് വെള്ളമൊലിക്കലും മൂക്കുന്ന് വെള്ളമൊലിക്കലൊക്കെ ആയിട്ടോ. അങ്ങനെ മഴയൊന്ന് തുറന്നപ്പോൾ ഞാൻ പതുക്കെ താഴോട്ട് പോവുകയാണ്. താഴെയാണ് മക്കളെല്ലാം ഉള്ളത്. അപ്പോൾ ഞാൻ പതുക്കെ താഴോട്ട് നടന്ന് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. മഴ കുറച്ച് നേരം ഇങ്ങനെ തോരും, പിന്നെ അതിശക്തമായിട്ട് വീണ്ടും പെയ്യും കേട്ടോ. അങ്ങനെയാണ് അവസ്ഥ. അങ്ങനെ നാത്തൂനുണ്ടായിരുന്നു എൻ്റെ കൂടെ. അപ്പോൾ നാത്തൂനോട് വർത്താനമൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോവുകയാണ് കേട്ടോ. നടന്ന് സൗണ്ടിലൊക്കെ ചെറിയ ചേഞ്ച് ഉണ്ടാവും കേട്ടോ. വേറെ ഒന്നും കൊണ്ട് ജലദോഷമൊക്കെ വന്നിട്ട് മൂക്കൊക്കെ അടഞ്ഞിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ അവിടെ ഇവിടെ ആയിട്ട് വെള്ളത്തടാകം രൂപപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ ഉച്ചയ്ക്ക് താഴെ നിന്നാണ് ചോറ് കഴിച്ചത്. ചെറുപയർ കറി, അതുപോലെ തന്നെ നല്ല മാങ്ങയിട്ട് അയിലക്കറിയും പിന്നെ നല്ല അച്ചാറുണ്ടായിരുന്നു കേട്ടോ. അച്ചാർ ഏകദേശം ഇവിടുത്തെ കഴിയാനായിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ അച്ചാർ ഇടാനുണ്ട്. അത് ഇട്ട് വെക്കണം കേട്ടോ. അടിപൊളി അച്ചാറായിരുന്നു. അങ്ങനെ അച്ചാറും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇവിടെ നാത്തൂൻ്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞുങ്ങളെല്ലാം ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ച് അവർ കളിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പിന്നെയും പുറത്ത് അതിശക്തമായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുറച്ച് നേരം ഒന്ന് മഴ തോർന്നെങ്കിലും പിന്നെ അതുപോലെ തന്നെ നല്ലോണം പെയ്തു കേട്ടോ. അങ്ങനെ നല്ല ചൂട് ചോറിൽ നല്ല അയിലക്കറി, അതുപോലെ തന്നെ ചെറുപയർ കറി രാവിലെ പുട്ടിൻ്റെ കൂടെ ഉണ്ടാക്കിയതാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതും കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ മാങ്ങ കഷ്ണം കൂടെ വെച്ചിട്ട് നല്ലോണം ചോറ് നല്ലോണം കഴിച്ചിട്ടോ. പിന്നെ എന്താ പറയുന്നത്, മരുന്ന് ഉച്ചയ്ക്ക് കഴിക്കാനുണ്ട്. അതും കൂടെ കഴിച്ച് പിന്നെ വൈകുന്നേരത്തെ ഇവിടുത്തെ വിശേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ വൈകുന്നേരം ഏട്ടൻ വന്നിട്ടാണ് വീട്ടിലോട്ട് പോകുന്നത് കേട്ടോ. അങ്ങനെ ചോറ് വെച്ചിട്ടുണ്ട്. മുകളിൽ തന്നെ ചെമ്പിൽ വെള്ളം വെച്ചിട്ടുണ്ട്. ഗ്യാസ് ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ വെള്ളം ചൂടായി കിട്ടുമ്പോൾ നാത്തൂനാണ് ഉപ്പേരിയൊക്കെ വെക്കുന്നത്. പിന്നെ കുഞ്ഞുങ്ങളൊക്കെ ഇവിടെ ചായ കുടിക്കുന്നത്. അപ്പും കുഞ്ഞൊക്കെ ചായ കുടിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്. അമ്മേൻ്റെ മടിയിരുന്നുകൊണ്ട് ചായ കുടിക്കുന്നുണ്ട്. എല്ലാവരും കളിയിലും തിരക്കിലൊക്കെയാണ് കേട്ടോ. പിന്നെ ഇവിടെ അയിലയും കൂടെ വാങ്ങിയിട്ടുണ്ട്. അയില വറക്കാൻ വേണ്ടിയിട്ടാണ്, ചെറുതാക്കിയിട്ട് വറക്കാൻ വേണ്ടിയിട്ട്. കഴുകിയിട്ടില്ല, അവിടെ ഇങ്ങനെ നന്നാക്കി വെച്ചിട്ടുണ്ട്. ഇനി കഴുകി നമുക്ക് മസാലയൊക്കെ പുരട്ടി വെക്കണം. അപ്പോൾ ഞാൻ ഇവിടെ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ 2 ദിവസമായി വെയ്യാണ്ടായിട്ട് ഇപ്പോൾ ഓക്കെ ആയി വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതെന്താണ്, പരിപ്പറിക്കുള്ള അരപ്പാണ് കേട്ടോ. പരിപ്പറി വെള്ളരിയൊക്കെ വെച്ചിട്ട് ഒരു കറി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള അരപ്പാണ്. അങ്ങനെ കറി ഇവിടെ ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനി വറവിടാനുണ്ട്. കുക്കറിൽ നമ്മളെല്ലാം വേവിച്ചെടുത്തു. പിന്നെ ആ അരപ്പ് ചേർത്തു. പിന്നെ ഈ മീനൊന്ന് എല്ലാ മസാലയെല്ലാം തേച്ചിട്ട് നമുക്കൊന്ന് വറക്കുകയും കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇവിടുത്തെ രാത്രിത്തേക്കുള്ള പരിപാടിയെല്ലാം സെറ്റായിട്ടുണ്ട്. വീട്ടിൽ പിന്നെ ചോറ് കറിയെല്ലാം ഉണ്ട്. ഇനി ഏട്ടൻ വരുമ്പോൾ നമുക്ക് പോയാൽ മതി. ഒന്ന് ചൂടാക്കണ്ടേ വരുള്ളൂ കേട്ടോ. പിന്നെ കുറച്ച് ചായ ചൂടാക്കുന്നുണ്ട്. അത് എനിക്കാണ് കേട്ടോ. കുറച്ച് ചൂടോട് കൂടി കുടിക്കാൻ വെച്ചിട്ട് എനിക്ക് ചായ ചൂടാക്കുകയാണ്. ഇവിടെ മീൻ പുരട്ടിയും കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഒരു ഗ്ലാസ് കട്ടൻ ചായ എനിക്ക് കിട്ടിയിട്ടുണ്ട് ചൂടോട് കൂടിയിട്ട്. അത് ഊതി കഴിച്ചിട്ടോ. പിന്നെ 2 ബിസ്ക്കറ്റ് അല്ല, ഒരു ബെന്നും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു, ക്രീം ബെന്ന്. അതും കൂടെ കഴിച്ചു. അതും ചായയും കൂടെ കുടിച്ചിട്ടോ ഞാൻ. പിന്നെ ഇവിടെ മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി വെക്കാൻ വേണ്ടിയിട്ട് ചട്ടിയിൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചായ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും എനിക്കൊരു ഹരാണ് കേട്ടോ. അങ്ങനെ ഈ വെയ്യാണ്ടൊക്കെ ഇരിക്കുമ്പോഴും ഈ തണുപ്പത്തൊക്കെ കട്ടൻ ചായ എന്ന് പറയുന്നത് ഒരു അടിപൊളി വൈബാണ് അത് കുടിച്ചുകൊണ്ടിരിക്കാൻ. പിന്നെ ക്രീം ബന്നും കൂടെ ഉണ്ടായിരുന്നു, അതും കൂടെ കഴിച്ചു. അങ്ങനെ ഇവിടെ മീനൊക്കെ ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇവരുടെ രാത്രിത്തേക്കുള്ള കലാപരിപാടികളൊക്കെ ഏകദേശം ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. പിന്നെ നാത്തൂന് ഓയിലെല്ലാം കുപ്പിയിലൊക്കെ ഒഴിച്ച് വെക്കുന്നുണ്ടായിരുന്നു. പിന്നെ കറി അപ്പുറം വറവിടുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവരുടെ കറിയും മീൻ വറുത്തതും എല്ലാം സെറ്റായിട്ടുണ്ട്. ഇന്ന് ഇവിടുത്തെ വിശേഷങ്ങളാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. പിന്നെ ഉപ്പേരിയൊക്കെ വേറൊരു കുഞ്ഞു പാത്രത്തിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. കുട്ടികളുടെ അടുത്തേക്ക് വന്നിട്ട് നോക്കുമ്പോഴാണ് എല്ലാവരും പാട്ട് വെച്ച് ഒരേ തുള്ളലാണ് കേട്ടോ. പാട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ക്യാമറ കണ്ടപ്പോൾ പിന്നെ എല്ലാവരും ഓരോരുത്തർ മാറി വന്നിട്ട് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. വല്ലപ്പോഴൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുള്ളൂ കേട്ടോ. അവർ ഭയങ്കര മടിയാണ് ഇടയ്ക്ക് ക്യാമറയുടെ മുന്നിൽ വരാൻ. ഇന്നെന്തോ അറിയില്ല, എല്ലാവരും നല്ല മൂഡിലാണ്. അങ്ങനെ ഓരോരുത്തർ മാറി ഡാൻസ് കളിക്കുന്നുണ്ട് കേട്ടോ. ഇവരുടെ സെക്ഷൻ കഴിഞ്ഞപ്പോഴത്തേക്കും പാറു വന്ന് 2 തുള്ളലൊക്കെ ഇട്ട് പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷത്തിൽ